Hello friends, Namaskaram. Nutaka World YouTube channel like Swagadam. ഇന്നത്തെ വീഡിയോയിൽ LED ബൾബിലെ SMD LED ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള SMD LED ടെസ്റ്റർ ആണ് നിർമ്മിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടി പറ്റും. സാധാരണ SMD LEDകൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. 3 വോൾട്ടിന്റെ SMD LED ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യും. അതിന് മുകളിലോട്ട് വരുന്ന SMD LEDകളൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് SMD LED ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ SMD LED ടെസ്റ്റർ നിർമ്മിക്കാം, കൂടാതെ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വേണം. ഇത് മാർക്കറ്റിൽ ലഭിക്കും. ഇതിന് 10 രൂപ 15 രൂപയാണ് ഇതിന് വരുന്ന പ്രൈസ്. പിന്നെ നമുക്ക് 1.5 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്റർ വേണം. അത് 1/4 വാട്ട് മതി, ഹാഫ് വാട്ട് വേണ്ട. 1.5 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്റർ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു റിമോട്ടിൻ്റെ PCB ആണ്. കേടായിരിക്കുന്ന ഒരു റിമോട്ടിൻ്റെ PCB എടുത്തിട്ടുണ്ട്. ഇതിന് പകരം PVC പൈപ്പ് സ്ട്രൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. പകരം നമുക്ക് ഇതുപോലുള്ള ഡോട്ടഡ് PCB വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള ഡോട്ടഡ് PCB കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ പഴയ റിമോട്ടിൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ 2 വയറിൻ്റെ പീസുകൾ വേണം. പിന്നെ ഒരു ഫെവിക്വിക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഒരു ഗ്ലൂ കൂടി വേണം. ഇത് നിർമ്മിക്കാൻ വളരെ സിമ്പിളാണ്. അതും തന്നെ ഈ ഒരു ബോർഡ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. സെൻറ്ററിലൂടെ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ബോർഡ് എടുക്കാൻ കാരണം ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനുണ്ട്, ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഈ 2 ടെർമിനലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. ഇത് സിമ്പിളായിട്ട് സോൾഡർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിമോട്ടിൻ്റെ PC ബോർഡ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 2 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയേ വേണ്ടൂ. ഞാൻ ഇത്രയും വേണ്ട, നമുക്ക് ഈ ഒരു അളവിൽ മാത്രമേ വേണ്ടൂ. നമുക്കിനി ഇത് ഈ ഒരു 2 ടെർമിനലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ നമുക്ക് സ്ട്രൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നേരെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെങ്ത്തേ ആവശ്യമുള്ളൂ. ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. അതുപോലെ ഇതും നമുക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇത് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്ന അതേ അളവിൽ ഇതും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ തന്നെ ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കുന്നു. നമുക്കിത് നേരെ ബാറ്ററിയിലേക്ക് ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്യണം. നമുക്ക് ഇതുപോലെ അടുത്ത പീസും സെയിം അളവിൽ ബാറ്ററിയിൽ ഗ്ലൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ ടേപ്പും കൂടി ഒരു ലെയർ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു 1-2 ലെയർ ഇൻസുലേഷൻ ടേപ്പും കൂടി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വയർ കണക്ട് ചെയ്യണം. വയർ കണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യണം. റെസിസ്റ്റർ 1.5 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ നമുക്ക് പോസിറ്റീവിലോ നെഗറ്റീവിലോ ഏതിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എല്ലാം സോൾഡർ ചെയ്യാം. ആദ്യം കുറച്ച് ലെഡ് ബാറ്ററിയുടെ ടെർമിനലിലൊന്ന് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം റെസിസ്റ്റർ സോൾഡർ ചെയ്യാം. നേരെ ഇതിൻ്റെ ഈ ഒരു എൻഡ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് നേരെ ഈ ഒരു ടെർമിനലിലേക്ക് ഷോർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വയറിൻ്റെ പീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്.
നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ SMD LED ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഡയറക്റ്റ് ഷോർട്ട് ചെയ്യാൻ പാടില്ല. നമുക്കിതുപോലെ SMD LED ഉപയോഗിച്ചിട്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഓരോ SMD LEDകൾ ഓരോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു SMD LED ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ LED ബ്രൈറ്റ് ആവുകയില്ല. ഇത് ടെസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ ടെസ്റ്റ് ആവുന്നില്ലെങ്കിൽ, വർക്ക് ആവുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുത്തു നോക്കാം. SMD LED ബ്രൈറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് SMD LEDകൾ 3 വോൾട്ടിൻ്റെ 6 വോൾട്ടിൻ്റെ 9 വോൾട്ടിൻ്റെ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു SMD LED നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് 9 വോൾട്ടിൻ്റെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ LED നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വർക്ക് ചെയ്യും. കംപ്ലൈൻ്റ് ഉള്ള SMD LED ആണെങ്കിൽ അത് വർക്ക് ചെയ്യുകയില്ല. നമുക്ക് ഈ ഒരു SMD LED നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് 9 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ ഒക്കെ SMD LED നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുകയില്ല. നമുക്കൊന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു 9 വോൾട്ടിൻ്റെ SMD LED ആണ്. നമുക്കിതൊന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടു. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വർക്ക് ഈ ഒരു ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി കൊടുക്കാം. എനിക്കിപ്പോൾ കാണാൻ പറ്റും ഈ ഒരു LED ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇനി SMD നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെസ്റ്റർ ഉപയോഗിച്ചിട്ടൊന്ന് നോക്കാം. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നേരെ നമ്മൾ ഈ ഉപയോഗിച്ചിരുന്ന SMD ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ടെസ്റ്റർ LED ബൾബ് റിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടെസ്റ്ററാണിത്. SMD LED ടെസ്റ്ററിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.